പറവൂരിൽ മൊബൈൽ പൈലിംഗ് വാഹനമിടിച്ച സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. മാതൃഭൂമി ഏജന്റായ KV സോമനാണ് മരിച്ചത്. മൊബൈൽ പൈലിംഗ് വാഹനവും ഒരു കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട പൈലിംഗ് വാഹനം അടുത്തുള്ള 2 നില കെട്ടിടവും ഇടിച്ചു തകർത്തു. സൈക്കിളിൽ വരികയായിരുന്നു സോമൻ. അദ്ദേഹം ഇതിനിടയിൽ പെട്ടുപോവുകയായിരുന്നു. 72കാരന്റെ മരണത്തിന് പുറമെ മറ്റ് 2 പേർക്കും അപകടത്തിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും ഈ സ്ഥലത്തെ സിഗ്നലുകളൊന്നും പ്രവർത്തനക്ഷമമല്ല എന്നാണ് അവിടുത്തുകാർ നൽകുന്ന പരാതി. ഇന്ന് പുലർച്ചെ വാഹനാപകടമുണ്ടായി 72 വയസ്സുകാരനായ സോമൻ എന്നൊരാൾ മരിച്ച ചേന്ദമംഗലം കവലയിലെ അപകട സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയൊരു അപകടമാണ്. ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന വലിയ പൈലിംഗ് വാഹനമാണ് ഇവിടേക്ക് ഇടിച്ചു കയറിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാനിരുന്ന ഒരു കാറിനെയാണ് ഈ പൈലിംഗ് വാഹനം ഇടിച്ച് ഇവിടേക്ക് നിയന്ത്രണം വിട്ടത്. ആ സമയത്ത് ഇവിടെ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന പത്ര ഏജന്റായ സോമൻ എന്ന 72 വയസ്സുകാരനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ടത്. ഈ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന പൈലിംഗ് വാഹനത്തിൻ്റെ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചു. അതുപോലെ തന്നെ ഈ ഇടിച്ച കാറിൽ ഉണ്ടായിരുന്ന 20 വയസ്സുകാരനായ മോഹൻകുമാർ എന്ന ആളെയും ആശുപത്രിയിൽ എത്തിച്ചു. ഇവരുടെ പരിക്കുകൾ സാരമല്ല. ഈ ഒരു വാഹനത്തിലായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് 20 വയസ്സുള്ള മോഹൻകുമാർ സഞ്ചരിച്ചിരുന്നത്. ഈ ചേന്ദമംഗലം കവലയിൽ, അതായത് ഈ ടൗണിൽ നിരന്തരം ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, ഈ ഗതാഗത തുരുക്ക് തന്നെ ഇതിന് വ്യക്തമാണ്. ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അശ്രദ്ധ കാരണം ഉണ്ടായ ഒരു അപകടമാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് എത്തി ഇവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അപകടത്തിന്റെ കാരണമെന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. നിങ്ങളുടെ കെട്ടിടമാണോ തകർന്നത്? നമ്മൾ നടത്തുന്നതാണ്. ഷോപ്പ് നമ്മുടെയാണ്. ബിൽഡിംഗ് ഓണറുടെ, വേറെ ബിൽഡിംഗ് ഓണറുടെയാണ്. വലിയൊരു അപകടമായിരുന്നു അല്ലേ? വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ വണ്ടി ഇച്ചിരി ഓവർ സ്പീഡുള്ള വണ്ടിയായിരുന്നു പറഞ്ഞത്. കാരണം അത്രയും വലിയ വണ്ടിയാണ്. ആ വണ്ടി അത്ര ഹൈറ്റുള്ള സംഭവം ഇടിച്ച് അകത്തോട്ട് കയറണമെങ്കിൽ പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ സിഗ്നലൊക്കെ നമ്മൾ രാത്രി സിഗ്നൽ വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ടൂറിസ്റ്റ് ബസ് ഇടിച്ചിട്ട് വലിയൊരു ആക്സിഡൻറ്റ് ഇവിടെ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം എയർപോർട്ടുമായി ബന്ധപ്പെട്ടും പല സ്ഥലത്തു നിന്നൊക്കെ വന്ന ആളുകൾ ഈ സിഗ്നലിൽ ഇതറിയാൻ പറ്റാണ്ട് ജംഗ്ഷനാണെന്നുള്ളത് മനസ്സിലാക്കാണ്ട് നേരെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പും. സിഗ്നലുകൾ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്നാണ് അധികാരികളോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അനീഷ് തോട്ടക്കാടിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.